ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. പോയി പല്ലൊക്കെ തേച്ചു ഫ്രഷായി മദ്രസയിൽ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇരുന്ന് പഠിക്ക്. രാത്രി പഠിച്ചാലും നമ്മൾ വെളുപ്പിനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കുന്നത് മനസ്സിൽ നിൽക്കുമല്ലോ. അന്നേരം കുറച്ച് നേരം കൂടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മദ്രസയിൽ എക്സാമിന് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ മദ്രസയിലോട്ട് ആക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ വന്നു. നമുക്കിന്ന് ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ഗോതമ്പ് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് പുട്ടിനുള്ള. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നനച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. നമുക്കിനി പുട്ട് പുഴുങ്ങാം. നമ്മുടെ പുട്ടിനുള്ള പൊടി നനച്ച് തന്നത് ഉമ്മയാണ് കേട്ടോ. ഞാൻ എപ്പം ഗോതമ്പിനുള്ള പൊടി നനച്ചാലും ശരിയാവത്തില്ല. അതൊന്നെങ്കിൽ വെള്ളം പോലായിപ്പോവും, അല്ലെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അത് കാരണം കൊണ്ട് ഉമ്മയെ കൊണ്ടാണ് കേട്ടോ ഞാൻ പുട്ടിന് മാവ് നനപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുട്ടിന് മാവൊക്കെ നനച്ച് നമ്മൾ പുട്ട് പുഴുങ്ങാനായിട്ട് പോയി. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നു. നമ്മൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗോതമ്പ് പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഗോതമ്പ് പുട്ട് നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കല്ല് പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല ചൂടോടെ തിന്നണം, നല്ല ടേസ്റ്റായിരിക്കും. ഈ തേങ്ങ ഒക്കെ കൂട്ടി തിന്നാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനതെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കട്ടൻ ചായയും പഴവുമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി കഴിക്കാനായിട്ടെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ പാത്രം കഴുകാനായിട്ട് കേട്ടോ. ഞാൻ പാത്രം എല്ലാം കഴുകി നമ്മുടെ സിങ്കിനകത്തിട്ടേക്കുന്നത്. അതാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ടെടുത്ത് കഴുകുന്നത്. പിന്നെ നമ്മുടെ രാവിലത്തെ ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ പാത്രം കഴുകലെന്ന് പറഞ്ഞാൽ. അതെന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ പാത്രം കഴുകൽ. ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാത്രം കഴുകിയില്ലെങ്കിൽ അത് കുന്നുകൂടി അവിടെ കിടക്കും. അത് കാരണം നമ്മൾ കയ്യോടെ ഓരോന്നോരോന്നായിട്ട് കഴുകി വെച്ചേ പറ്റത്തുള്ളൂ. ഞാൻ കഴുകുന്നതിനിടയ്ക്ക് എല്ലാം കൂടെ തേച്ചിട്ടപ്പോഴത്തേക്ക് നമുക്ക് കഴുകാനായിട്ടൊരു സ്പേസ് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചിട്ട് ആദ്യം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് കഴുകുന്നത്. ചോറിനുള്ള വെള്ളം വെക്കണം. നേരം ഫസ്റ്റിൽ നമുക്ക് അടുപ്പിൽ നിന്ന് ചാരം അങ്ങ് മാറി മാറ്റാം. ഇന്ന് റിച്ചുവിന് രാവിലെ 10 മണിക്കാണ് ട്യൂഷന്. അന്നേരം അവനെ പല്ല് ഏൽപ്പിച്ചിട്ടില്ല. പല്ല് ഏൽപ്പിച്ച് ഫുഡ് കൊടുക്കണം, ട്യൂഷനാക്കണം. നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അവനെ പല്ല് ഏൽപ്പിച്ച് ട്യൂഷനാക്കാനായിട്ട് കൊണ്ടുപോകാം. നമ്മുടെ കിളികൾ ഭയങ്കര കരച്ചില്ല കേട്ടോ. ഫുഡൊന്നും കൊടുത്തില്ല. ചിക്കൻ ഉള്ളത് കാരണം പിന്നെ ഞാൻ
ഫുഡ് കൊടുക്കണ്ട, ഇക്കാണ് കൊടുക്കുന്നത്. ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഷുഗർ നോക്കിയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് പോയി ഷുഗർ നോക്കണം. അപ്പോഴത്തേന് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വെള്ളം വെക്കാം. പുറം ഞാൻ സോപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചങ്ങ് മാറ്റിയെടുക്കാം. അതാകുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കും. രാവിലെ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. മൊത്തം ഒതുങ്ങിയിട്ടില്ല, കുറച്ച് ജോലികളൊക്കെ ഒതുങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റിച്ചുവിന് പല്ല് തേപ്പിച്ച് ഫുഡൊക്കെ വാരിക്കൊടുത്ത് നേരെ കുളിപ്പിക്കാനായിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. കുളിപ്പിച്ചെല്ലാം കൊണ്ടുവന്ന് ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ 10 മണിക്കാണ് കേട്ടോ ശനിയാഴ്ച ദിവസം ട്യൂഷന്. 10 മണി തൊട്ട് 1 മണി വരെയും, സ്കൂളുള്ള ദിവസമാണെങ്കിൽ 4 മണി തൊട്ട് 6 മണി വരെ, ആ ഒരു ടൈമാണ്. പക്ഷേ റിച്ചുവിന് ട്യൂഷന് പോകുന്ന കാര്യം പറയുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. പക്ഷേ ട്യൂഷൻ വീടിൻ്റെ വാതിൽ നമ്മുടെ ഗേറ്റ് വരെയുള്ള ആ കരച്ചിൽ, അവിടുന്ന് അങ്ങോട്ട് ആൾ കരയത്തില്ല, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ വിളിക്കാൻ ചെന്നാൽ പോലും ആൾ വരത്തില്ല കേട്ടോ. ഭയങ്കര പാടാണ്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം, കുറച്ചുകൂടെ എഴുതട്ടെ എന്നൊക്കെ നമ്മളോട് പറയും. നമ്മളവിടെ വെയിറ്റ് ചെയ്യണം വരാൻ വേണ്ടി. ആ ഒരു എന്താണ് അതിൻ്റെ ജാലവിദ്യ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉടുപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ സ്പ്രേ ഒക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ഒക്കെ അടിച്ച് കൊടുത്തിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ആള് സനായിത്തി വരുമോ ഇന്നെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്തേ കുളിച്ച് റെഡിയായി മുഖം ഒന്ന് വളിച്ചിരിക്കുവാണ്. ഞങ്ങൾ ട്യൂഷന് പോവുകയാണ് ഗൈസ്. റിച്ചു ഭയങ്കര സങ്കടത്തിലാണ് ട്യൂഷന് പോകുന്നതിന്. ഇന്ന് റിച്ചുവിനെ കൊണ്ടുപോകണം. റിച്ചുവിൻ്റെ ഇക്കക്കായുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ട്യൂഷൻ വീടെത്തി ഇട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനവിടെ കൊണ്ടിരുത്തിയപ്പം തന്നെ റിച്ചു അവിടെ കയറി നിന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ പൂ നിൽക്കുന്ന കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തു. അന്നേരം അടുത്തുള്ള വീട്ടിൽ ഒരു ഇത്ത ഉണ്ട്. ആ ഇത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ സീഡുണ്ടല്ലോ അതൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ നൗഷാദയുടെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ കരി എന്നിട്ടോ കൈ പുള്ളി കേട്ടോ. നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ഇന്ന് കുറച്ച് തുണികളേ ഉള്ളൂ. പിന്നെ നമ്മുടെ റിച്ചുവിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു കഴുകാനായിട്ട്, അതെല്ലാം കഴുകി. പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റ് ഒന്ന് വെയിലത്തിടണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. പിന്നെ എനിക്ക് സ്റ്റെയർ കയറാൻ ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. എനിക്ക് എന്താ പറയുക, കാലിന് ഭയങ്കര വേദന, വെരിക്കോസിൻ്റെ ആണെന്ന് തോന്നുന്നു. നരമ്പ് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അത് കാരണം സ്റ്റെയർ കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തായാലും വലിഞ്ഞ് കയറി തുണികളൊക്കെ ഞാൻ വിരിച്ചിടുവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി തുണി കഴുകുന്ന കാരണം ഒരുപാട് തുണിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ടെറസിൻ്റെ മേലിൽ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കൊണ്ടിട്ട് എന്തോ കൈയും പൊള്ളുന്ന വെയിലാണ് കേട്ടോ.
അങ്ങനെ അതെല്ലാം വിരിച്ചിട്ടിട്ട് ഞാൻ നേരെ വന്നത് നമ്മുടെ ബെഡ്റൂമിലോട്ടാണ്. നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ റൂമൊക്കെ ഒന്ന് തൂത്തിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് ശേഷം എനിക്ക് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം തുണി മടക്കിയിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് സെക്ഷനായിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇക്കയുടെ വേറെ, എൻ്റെ വേറെ, റിച്ചുവിൻ്റെ വേറെ, റൈഹാൻ്റെ വേറെ, യൂണിഫോം വേറെ, വീട്ടിലിടുന്നത് വേറെ, അങ്ങനെ സെക്ഷനായിട്ട് മടക്കി വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ സെക്ഷനായിട്ട് എടുത്ത് മാറ്റി വെക്കാമല്ലോ. അങ്ങനെ ഞാൻ മടക്കി വെച്ചിട്ട് അതെല്ലാം ഷെൽഫിലെടുത്ത് വെച്ചിട്ട് നമ്മൾ റിച്ചുക്കുട്ടനെ വിളിക്കാനായിട്ട് ട്യൂഷൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമുക്കിന്ന് സാമ്പാറും മത്തി പറ്റിച്ചതും മത്തി പൊരിച്ചതുമായിരുന്നു കേട്ടോ. പിന്നെ പച്ചമോരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയെല്ലാം എണീറ്റ് വൈകിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാകട്ടെ. നമ്മുടെ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് എണ്ണ കൊടുത്ത് കൊടുക്കാം. മാവ് ഇട്ട് കൊടുക്കാമേ. ഗോതമ്പ് ദോശ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇന്ന് 2 പേരെ ഷുഗർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് 2 പേർക്ക് ഷുഗർ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നോട്ട് രാത്രിയിൽ ചോറല്ല കഴിക്കുന്ന ഗോതമ്പ് ദോശയാക്കാമെന്ന് കരുതി ഞാൻ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.